ഹായ്. നമ്മൾ ഇന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് 2023 നടന്ന ഒരു മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിഗ്രി ലെവലിൻ്റെ. മെയിൻസിന് എടുക്കാൻ കാര്യം ഇതിനകത്ത് ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, നമുക്ക് ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നാലേ ഇതിൻ്റെ മലയാളം വെച്ച് തന്നെ ചെയ്യാം. നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതിന് ആൻസർ എന്താണ്? വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം ഏതാണ്? തന്നെ പറഞ്ഞേ ഏതാണ് ആൻസർ? 1498 എന്തോ ചെയ്യുന്നത്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുന്നത്. പുള്ളി 3 പ്രാവശ്യം കേരളം വിസിറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നതാണ്. ഈ പറഞ്ഞ 1524 വരുന്ന സമയത്താണ് പുള്ളി 6th വൈസ്രോയി ആകുന്നതും അതുപോലെ തന്നെ പുള്ളി മരിച്ചു പോകുന്നത് എന്ന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള 1524 അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നോക്കി, മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത്. മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ഏത് ട്രീറ്റി പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ട്രീറ്റി പ്രകാരമാണെന്ന് പറയാമോ? ഇതിന് ആൻസർ എന്താണ്? നമുക്ക് അറിയാവുന്നതാണിത്. ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലേ? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വഴിയാണ് മലബാർ ബ്രിട്ടീഷിൻ്റെ കയ്യിൽ പോകുന്നത്. ശ്രീരംഗപട്ടണം ട്രീറ്റിയുടെ വർഷം എത്രയാണ്? 1792 ആണ് അല്ലേ? 1792 ആണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം എന്ന് പറയുമ്പോഴത്തേക്കിന് 18 മാർച്ച്. അത് വേണ്ട, 1792 ആണ് ശ്രീരംഗപട്ടണം ട്രീറ്റ് നോക്കിയിരിക്കട്ടെ. എന്താണ്? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വഴിയാണ് മലബാറിൻ്റെ അധികാരം ഈ പറഞ്ഞിട്ടുള്ള മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കി, ഇതിനകത്ത് ഇനിയും ബാക്കിയുള്ള ഓരോന്നും എന്താണെന്നൊക്കെ നോക്കാം അല്ലേ. ഫസ്റ്റ് നോക്കി, ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് ഹൈദരാബാദ് എന്നൊരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിത് 2 എണ്ണം പറയും. ഇതിൻ്റെ ട്രീറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഞാൻ ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് ഹൈദരാബാദ് 1798 ട്രീറ്റി ആണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് കേൾക്കുക. ട്രീറ്റി ഓഫ് ഹൈദരാബാദ് 1798 ആണെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ സബ്സിഡറി അലയൻസ് പ്രകാരം ഹൈദരാബാദ് ബ്രിട്ടീഷർ അണ്ടറിൽ പോകുന്നത്. അത് ട്രീറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്, തെറ്റിക്കരുത്. ട്രീറ്റി ഓഫ് ഹൈദരാബാദ് 1798 ആണെങ്കിലാണ് സബ്സിഡറി അലയൻസ് പ്രകാരം ബ്രിട്ടീഷുകാർ അണ്ടറിലോട്ട് ഹൈദരാബാദ് പോകുന്നത്. ഇനി എന്ന് പറയുമ്പോഴത്തേക്കിന് ഹൈദരാബാദ് മൊത്തത്തിൽ ഇത് സബ്സിഡറി അലയൻസിൻ്റെ കേസാണ്. ഇനിയും ഹൈദരാബാദ് മൊത്തത്തിൽ എന്താണ് ബ്രിട്ടീഷുകാർ അണ്ടറിൽ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ട്രീറ്റി ഓഫ് മസൂലിപ്പട്ടണം എന്നൊരു സംഭവം. മസൂലിപ്പട്ടണം നമ്മളിപ്പം സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളിപ്പം ഹൈദരാബാദ് ട്രീറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ഈ മസൂലിപ്പട്ടണം ട്രീറ്റിയാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ട്രീറ്റി ഓഫ് മസൂലിപ്പട്ടണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ഹൈദരാബാദ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ബ്രിട്ടീഷർ അണ്ടറിൽ പോകുന്നത് ട്രീറ്റി ഓഫ് മസൂലിപ്പട്ടണം വഴിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഇതെന്ന് പറയുമ്പോൾ 1798 ആണെന്ന് ഓർത്തിരിക്കുക. ഇത് 1768 ആണ്. ട്രീറ്റി ഓഫ് മസൂലിപ്പട്ടണം എന്ന് പറഞ്ഞാൽ എത്താണ്? 1768 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ തെറ്റിക്കരുതേ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എന്താണ്? മദ്രാസ് ട്രീറ്റി ഉണ്ട്, മംഗലാപുരം ട്രീറ്റി ഉണ്ട്. ഇത് രണ്ടും ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആംഗ്ലോ മൈസൂർ വാർ റിലേറ്റഡ് ആണ് ഈ മദ്രാസ് ട്രീറ്റിയും മംഗലാപുരം ട്രീറ്റിയും. നോക്കിയേ, മദ്രാസ് ട്രീറ്റി പ്രകാരമാണ് നമ്മുടെ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എൻഡ് ചെയ്യുന്നത്. ആര് കാരണമാണ്? മദ്രാസ് ട്രീറ്റി പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എൻഡ് ചെയ്യുന്നത് മദ്രാസ് ട്രീറ്റി പ്രകാരമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഹൈദരലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസ് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള മംഗലാപുരം ട്രീറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ എൻഡ് ആകാനുള്ള റീസൺ ആണ് അത് മംഗലാപുരം ട്രീറ്റി സൈൻ ചെയ്യുന്നത് പ്രകാരമാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ എൻഡ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കിന് ടിപ്പുവും ബ്രിട്ടീഷുകാരും നമ്മൾ സൈൻ ചെയ്യുന്നതാണ് നമ്മുടെ മംഗലാപുരം ട്രീറ്റി. തെറ്റിക്കരുത് കേട്ടോ. നമുക്കറിയാവുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം കഴിയുന്നതോടാണ് ചെയ്യുന്നത്? 3rd ആംഗ്ലോ മൈസൂർ വാർ എൻഡ് ആകുന്നത് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തോടെയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? കറക്റ്റ് ആണല്ലോ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ആത്മോപദേശ ശതകം ആരുടെ ബുക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കാണ് ആത്മോപദേശ ശതകം. എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന ആരാണ്? കേളപ്പനാണ് കേരള ഗാന്ധി അല്ലേ? അപ്പോൾ ഇനി പറഞ്ഞ ഇവർ ഓരോരുത്തരെ ആരൊക്കെയാണെന്ന് പറഞ്ഞു നോക്കുക. നമുക്ക് അറിയാവുന്നതാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? പുള്ളിയാണ് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ മുസ്ലിം റെനൈസൻസിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. എന്താണ്? മുസ്ലിം റെനൈസൻസിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ തന്നെ പുള്ളിക്ക് 2-3 ജേണൽസ് ആണ്. മുസ്ലിം എന്നൊരു ജേണലുണ്ട് പുള്ളിക്ക്. മുസ്ലിം എന്നൊരു ജേണലുണ്ട് പുള്ളിക്ക് കേട്ടോ. മുസ്ലിം എന്നൊരു ജേണലുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അൽ ഇസ്ലാം എന്നൊരു സംഭവമുണ്ട്. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു അറബിക്
അറബിയിൽ എഴുതിയ മുസ്ലിം ജേണലാണെന്ത് അൽ ഇസ്ലാം എന്നുള്ളത്. ഇനി എന്താണ് പുള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്ക് അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. നമുക്കറിയാം ദീപിക എന്നൊരു ജേണൽ പുള്ളിയുടെ കേട്ടോ. ദീപിക എന്നുള്ള പത്രമല്ല, ദീപിക എന്നുള്ള ജേണൽ പുള്ളിയുടെയാണ്. ആരുടെയാണ് ഇതെല്ലാം? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇതെല്ലാം കേട്ടോ. ഇനിയാണ് നമ്മുടെ എന്ത് സ്വദേശാഭിമാനി പത്രം അല്ലേ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഫൗണ്ടറാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഫൗണ്ടറാണെന്ത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വർഷമാണ് സ്വദേശാഭിമാനി 1905 എന്ത് സ്വദേശാഭിമാനി പത്രം വരുന്നത്. സ്വദേശാഭിമാനിയുടെ ഫസ്റ്റ് എഡിറ്റർ ആരാണ്? തെറ്റിക്കുക, സെക്കൻഡ് എഡിറ്ററല്ല, നമുക്ക് അറിയാവുന്ന ആളല്ല. ഫസ്റ്റ് എഡിറ്ററിന്റെ പേരെന്താണ്? ആരാണ്? CP ഗോവിന്ദ പിള്ളയാണ് കേട്ടോ. CP ഗോവിന്ദപിള്ളയാണെന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത് ഗോവിന്ദപിള്ളയാണ് കേട്ടോ. CP ഗോവിന്ദപിള്ളയാണെന്ത് സ്വദേശാഭിമാനിയുടെ ഫസ്റ്റ് എഡിറ്റർ. 1905 സമയത്ത് 1906 നമ്മുടെ മെയിൻ ആൾ വരുന്നത്. 1906 ആര് വരുന്നത്? നമ്മുടെ രാമകൃഷ്ണ പിള്ള വരുന്നത്. 1906 രാമകൃഷ്ണപിള്ള നമ്മുടെ സ്വദേശാഭിമാനിയുടെ എഡിറ്ററായിട്ട് വരുന്നത്. സ്വദേശാഭിമാനിയെ ബാൻ ചെയ്ത വർഷം ഏതാണ്? സ്വദേശാഭിമാനിയെ ബാൻ ചെയ്ത വർഷം ഏതാണ്? 1910 സ്വദേശാഭിമാനി പത്രത്തിനെ ബാൻ ചെയ്യുന്നത്. ഈ സമയത്തുണ്ടായിരുന്ന എന്താണ് ട്രാവൻകൂർ കിങ്ങിന്റെ പേരെന്താണ്? ഈ സമയം എന്ന് പറയുമ്പോൾ ആരായിരിക്കുന്നത്? ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളിന്റെ സമയത്താണ് സ്വദേശാഭിമാനി പത്രത്തിനെ ബാൻ ചെയ്യുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ട്രാവൻകൂറിലെ ദിവാൻ ആരായിരുന്നു? P രാജഗോപാലാചാര്യാണ് കേട്ടോ. ആരാണ്? P രാജഗോപാലാചാര്യായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് നമ്മുടെ ട്രാവൻകൂറിലെ ദിവാൻ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചുള്ള സംഭവം. ഇനിയും ഈ KP കേശവമേനോൻ ആരാണ്? KP കേശവമേനോന്റെ പ്രത്യേകത എന്താണ്? പുള്ളി എന്തിന്റെ ഫൗണ്ടറാണ്? മാതൃഭൂമിയുടെ ഫൗണ്ടറാണ് ആര്? KP കേശവൻ. നമുക്ക് അറിയാവുന്നതാണെന്ത് മാതൃഭൂമിയുടെ ഫൗണ്ടറാണ് ആര്? നമ്മുടെ KP കേശവൻ മാതൃഭൂമിയുടെ ഫൗണ്ടറാണ്. നമ്മുടെ ഗാന്ധിയുടെ യങ് ഇന്ത്യ എന്നുള്ള പത്രം ഉണ്ടല്ലോ, യങ് ഇന്ത്യ എന്നുള്ള പത്രം. ഈ പറഞ്ഞ യങ് ഇന്ത്യ എന്നുള്ള പത്രത്തിന്റെ മോഡലിൽ വന്ന ഒരു പത്രമാണ് നമ്മുടെ മാതൃഭൂമി കേട്ടോ. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ യങ് ഇന്ത്യയുടെ മോഡലുള്ള പത്രമാണ് മാതൃഭൂമി. മാതൃഭൂമിയുടെ ഫൗണ്ടറാണ് ആര്? KP കേശവമേനോൻ എന്ന് ആലോചിക്കണം കേട്ടോ, തെറ്റിക്കരുതേ. ക്ലിയർ അല്ലേ? ഇനി TK മാധവൻ എന്നൊരാളുണ്ട്. നമുക്കറിയാമല്ലോ TK മാധവൻ എന്നൊരാളെ അറിയോ? TK മാധവന്റെ പ്രത്യേകത എന്താ അറിയാമോ? TK മാധവൻ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഈ പറഞ്ഞിട്ടുള്ള കാക്കിനഡ സെഷൻ, INCയുടെ കാക്കിനഡ സെഷനിൽ വെച്ചിട്ട് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി പ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ TK മാധവനാണ് കേട്ടോ. അപ്പോൾ അത്ര നോത്തിരിക്കുക ഇത്തരം പേരെ കുറിച്ചിട്ട്. ക്ലിയർ അല്ലേ? ഇത് നോക്കിയേ, ഈ പറഞ്ഞ സംഭവം നോക്കിയേ. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് എന്ന് നമ്മുടെ ഷാജഹാൻ പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം പുള്ളിയുടെ തന്നെ അല്ലേ? നോക്കിയോ, ഈ ദിവാനി ഖാസ് എന്നൊരു സംഭവം കേട്ടോ. ദിവാനി ഖാസ് എന്നുള്ള അതെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഡൽഹി പോകുമ്പോൾ അറിയാം, നമ്മുടെ ആഗ്ര ഫോർട്ട് ഉണ്ടല്ലോ. ഈ ആഗ്ര ഫോർട്ടിനകത്തുള്ള ഒരു പ്രൈവറ്റ് ഹോളാണ് ഈ പറഞ്ഞ ദിവാനി ഖാസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ദിവാനി ഖാസിനെ കുറിച്ചിട്ടാണ് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ ആഗ്ര ഫോർട്ടിനകത്തുള്ള ഒരു പ്രൈവറ്റ് ഹോളാണ് ദിവാനി ഖാസ് നോത്തിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഈ പറഞ്ഞ രാമകൃഷ്ണ മിഷന്റെ ഫൗണ്ടർ ആരാണ്? രാമകൃഷ്ണ മിഷന്റെ ഫൗണ്ടർ ആരാണ്? നമുക്കറിയാം വിവേകാനന്ദനാണ് അല്ലേ? രാമകൃഷ്ണ മിഷന്റെ ഫൗണ്ടർ വിവേകാനന്ദനാണ്. ദയാനന്ദ സരസ്വതിയുടെ എന്താണ് സംഭവം? ആര്യ സമാജം അല്ലേ? തെറ്റിക്കരുത്. ആര്യ സമാജിൻ്റെ ഫൗണ്ടറാണ് ആര്? നമ്മുടെ ദയാനന്ദ സരസ്വതി അല്ലേ? ആര്യ സമാജിൻ്റെ ഫൗണ്ടറാണ് ദയാനന്ദ സരസ്വതി. നമുക്ക് അറിയാവുന്ന കേസാണ്. ഇനി ആരാണ്? ആനി ബസന്റ് എന്താണ്? നമുക്കറിയാം ഹോം റൂൾ ലീഗ് എന്നൊരു സംഭവം ഉണ്ടല്ലേ? നമുക്കറിയാം ഹോം റൂൾ ലീഗ് രണ്ടിടത്ത് വരുന്നുണ്ട്. ഹോം റൂൾ ലീഗ് സത്യം പറഞ്ഞാൽ മദ്രാസിൻ്റെ ഒരു സെക്ഷനിൽ കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ആനി ബസന്റ്. ഹോം റൂൾ ലീഗ് മദ്രാസിലോട്ട് കൊണ്ടുവരുന്നത് ആരാണ്? ആനി ബസന്റ് ആണെന്ന് ഓർത്തിരിക്കുക. നോക്കി MG റാനഡയുടെ എന്താണ്? പൂനെ സാർവജനിക് സ്വരാജ് എന്നൊരു സാധനം കേട്ടോ. പൂനെ സാർവജനിക് സ്വരാജ് എന്നൊരു സംഭവമാണ്. അതാണ് ഈ MG റാനഡയുടെ. ആരാണ്? പൂനെ സാർവജനിക് സ്വരാജ് ആണ് ആരുടെ? MG റാനഡയുടെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ, ഇതാരാണ്? ഡ്രെയിൻ തിയറി ആരുടെ ബുക്കാണ്? ഡ്രെയിൻ തിയറിയുടെ ആരുടെ ബുക്കാണ്? നമുക്കറിയാം ദാദാഭായ് നവറോജിയുടെ ആണെന്ത് നമ്മുടെ ഡ്രെയിൻ തിയറി അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാദാഭായ് നവറോജിയുടെ ആണെന്ത് നമ്മുടെ ഡ്രെയിൻ തിയറി അല്ലേ? ഈ പറഞ്ഞ ബദറുദ്ദീൻ ത്യാബ്ജിയുടെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ ബദറുദ്ദീൻ ത്യാബ്ജി. INCയുടെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു ആര്? ബദറുദ്ദീൻ ത്യാബ്ജി. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള 1887 മദ്രാസ് സെഷനിലാണ് ബദറുദ്ദീൻ ത്യാബ്ജി പ്രസിഡന്റായിട്ടിരിക്കുന്നത്. അതാണ് ഈ ബദറുദ്ദീൻ ത്യാബ്ജിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് നോക്കിയാൽ ഈ ഫിറോസ് ഷാ മേത്ത ഫൗണ്ട് ചെയ്താണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ മേത്തയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടറാണ് ആര്? ഫിറോസ് ഷാ മേത്ത കേട്ടോ.
ക്ലിയർ അല്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഈ പറഞ്ഞിട്ടുള്ള KM പണിക്കരും ഫസൽ അലിയും HN കുൻസ്രു ഇവർ 3 പേരും നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നതാണ് അല്ലേ. ഇവർ 3 പേരും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരുന്നത്. ഫസൽ അലിയാണ് നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഫസൽ അലിയാണ്. KM പണിക്കറും HN കുൻസ്രുവും എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരുന്നു. ഓർത്തിരിക്കുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള GB പന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ ഫസ്റ്റ് CM ആണ് കേട്ടോ. ഉത്തർപ്രദേശിൻ്റെ ഫസ്റ്റ് CM ആയിരുന്നു. ഈ പുള്ളി പറയുന്നത് നമ്മുടെ എന്താണ് ഇൻഡിപെൻഡൻസ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഉത്തർപ്രദേശിലെ ഫസ്റ്റ് CM ആണ് നമ്മുടെ GB പന്ത് എന്നുള്ള ആളെ. ഈ നെക്സ്റ്റ് വൺ നോക്കിയോ. ഇനിയും കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൻ്റെ കോഡ് നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കാർഗിൽ യുദ്ധത്തിൻ്റെ കോഡ് നെയിം എന്താണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇതിന് ആൻസർ? ഓപ്പറേഷൻ വിജയ് എന്നുള്ളതാണ് കാർഗിൽ യുദ്ധത്തിൻ്റെ കോഡ് നെയിം. ഞാൻ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് പറയുമ്പോഴത്തേന് ചില അമേരിക്കയും ബ്രിട്ടനും കൂടെ ഇറാഖിനെതിരെ നമ്മുടെ ആ സദ്ദാം ഹുസൈനൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇറാഖിനെ എയർ അറ്റാക്ക് ചെയ്യാൻ നടത്തിയ ഓപ്പറേഷൻ്റെ കോഡ് നെയിം ആണ് ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് കേട്ടോ. തെറ്റിക്കരുത്. ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി. ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ, ഗോൾഡൻ ടെമ്പിൾ, ഈ ഗോൾഡൻ ടെമ്പിളിനകത്തു നിന്ന് സിഖ് മിലിറ്റൻസിനെ റിമൂവ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതേ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് സിഖ് മിലിറ്റൻസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ പറഞ്ഞ ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്യുന്നറിയോ, പാകിസ്ഥാൻ്റെ ബോർഡറിലോട്ട് അറൗണ്ട് 800K പട്ടാളക്കാരെ എന്തോ ചെയ്യുന്നുണ്ട്, ഇന്ത്യ വിടും. എന്നുവെച്ചാൽ ഇപ്പം അറ്റാക്ക് നടക്കുമെന്നുള്ളൊരു ത്രെട്ട് പോലെ കൊടുത്താണ് ഓപ്പറേഷൻ പരാക്രം. പോത്തിരിക്കുക. കാർഗിൽ യുദ്ധത്തിൻ്റെ കോഡ് നെയിം ആണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ അല്ലേ? തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞതിൽ നമ്മുടെ മൺസൂണിനെ കുറിച്ചിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, മൺസൂണിനെ കുറിച്ചിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്ന് കേരളത്തെ അറിയപ്പെടുന്നു. ശരിയാണ് അല്ലേ? മൺസൂണിൻ്റെ കവാടം എന്ന് വിളിക്കുന്നത്, ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്ന് വിളിക്കുന്ന ആരെ തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിനെയാണ്. കറക്റ്റാണത്. നോക്കി, പാലക്കാട് ചുരം. ഞാൻ ഇതിന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിക്കും. എനിക്കൊന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചാൽ ഞാൻ മലയാളം കാര്യം കുറേ പേർക്ക് കൂടെ മലയാളം ക്വസ്റ്റ്യൻ ചിലപ്പോൾ എടുക്കുക. അതുകൊണ്ടാണ് നോക്കി, ഈ പാലക്കാട് വിടവ് മഴയുടെ സ്പേഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നുള്ളത് ശരിയാണ്. അത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പാലക്കാട് ചുരത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മളിവിടെ പെയ്യുന്ന മഴയുടെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പാലക്കാട് ചുരം എന്ന് പറയുമ്പോഴത്തേക്കിന്. നോക്കി, ഇനിയും തുലാവർഷമാണ് കേരളത്തിലെ പ്രധാന മഴക്കാലം എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ? തുലാവർഷമാണോ പ്രധാന മഴക്കാലം? അല്ല. എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഇടവപ്പാതി സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉള്ളൂ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമ്മുടെ കേരളത്തിലുള്ള ഡൊമിനേറ്റിംഗ് അല്ലെങ്കിൽ പ്രൈമായിട്ടുള്ള മഴക്കാലം എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് വിളിക്കുന്ന സംഭവമാണ്. ഈ തുലാവർഷം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് കേട്ടോ. ഇവിടെ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ പേരാണ് തുലാവർഷം എന്ന് പറയുമ്പോഴത്തേന്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കേരളത്തിലെ പ്രധാന മഴക്കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിളിക്കുന്ന ഇടവപ്പാതിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണെന്നുള്ളതാണ് ആൻസറ്. ഇനി നോക്കിയേ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കി. ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടെന്നുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇമ്പോർട്ടൻറ്റ് പാസസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് പാസസ് ഓഫ് വെസ്റ്റേൺ ഘാട്സ് എന്നൊരു സെക്ഷൻ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ്. ഈ പറഞ്ഞ ചുരമെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യും? ഇതിനകത്ത് ഓരോ ചുരവും ഏത് സ്ഥലത്താണെന്ന് അറിഞ്ഞാൽ ഇതിന് ആൻസർ എഴുതാൻ നോക്കും. നമുക്ക് അറിയാവുന്ന കേസാണ് ഈ പറഞ്ഞിട്ടുള്ള താമരശ്ശേരി ചുരം എവിടെയാണ്? ഇതെവിടെയാണ്? വയനാടാണല്ലേ? നമുക്കറിയാം താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വയനാടാണ്. ഞാൻ ഇതിൻ്റെ പേര് കേട്ടില്ല. എനിക്ക് അച്ഛൻ കോവിൽ എന്ന് പറയാൻ നമുക്കറിയാം. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം അല്ലേ? ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എന്നുള്ളൊരു സ്ഥലത്താക്കി ഈ പറഞ്ഞിട്ടുള്ള അച്ഛൻകോവിൽ ചുരം വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേന് ഈ കമ്പം ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ കേരളയും തമിഴ്നാടും തമ്മിൽ പോകുന്ന ഒരു ചുരമാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്പം ചുരമേ. സെൻട്രൽ കേരളയും തമിഴ്നാട്ടിലും കിടക്കുന്ന ചുരമാണ് നമ്മുടെ കമ്പം ചുരം. ഇനിയും ഈ ആറമ്പാടി ചുരം എന്ന് പറഞ്ഞാൽ
ട്രിവാൻഡ്രത്തു നിന്നുള്ളതാണ് കേട്ടോ ആറമ്പാടി ചുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിവാൻഡ്രത്തു നിന്നുള്ള ഒരു ചുരമാണ് ആറമ്പാടി. ട്രിവാൻഡ്രത്ത് തിരുനെൽവേലിയാണ് ഈ ചുരം. അപ്പം നമുക്ക് ഇനി നോർത്ത് സൗത്ത് അറേഞ്ച് ചെയ്ത് എങ്ങനെയിരിക്കും? ഏറ്റവും അറ്റത്ത് താമരശ്ശേരി ചുരം അല്ലേ, ഒന്ന് താമരശ്ശേരി ചുരമാണ്. രണ്ട് വരുമ്പോൾ എന്താണ്? സെൻട്രൽ വെച്ചാൽ കമ്പം ചുരം 1, 3 എന്ന് വരുന്ന ഇതാണ് 1, 3. ഇനി 2 എന്നാണ് അച്ചൻകോവിൽ ചുരം, ലാസ്റ്റ് ആണ് ആറമ്പാടി ചുരം. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ, ബി ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സൈക്ലോണിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2019 UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2019 UPSCയിലെ ജനറൽ പേപ്പർ 1 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ സൈക്ലോണിൻ്റെ സവിശേഷതയാണ് ക്വസ്റ്റ്യൻ. സൈക്ലോണിൻ്റെ സവിശേഷത ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ട്രോപ്പിക്കൽ സൈക്ലോൺ കേട്ടോ, ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. UPSCയുടെ ആണ് ചോദിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യനെ. ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് തെറ്റെന്നാണ് പറയേണ്ടത്. നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്ന സാധനം തെറ്റാണ്. നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓഷ്യൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ ഹീറ്റഡ് ആയിട്ടുള്ള ഓഷ്യൻ, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇക്വേറ്ററിനായിട്ട് നിയറായിട്ട് വരുന്ന ഓഷ്യൻ്റെ മണ്ടയ്ക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. ഇനി നോക്കി എന്താണ് ക്വസ്റ്റ്യൻ? താഴെ നമുക്ക് ഈ സംസ്ഥാനത്തിൽ ഏതാണ് ശരിയല്ലാത്തതാണ്. അപ്പോൾ ആ പറഞ്ഞ സാധനം തെറ്റാണ് കേട്ടോ. ഇനി നോക്കി ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പം നോക്കി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് കാണിച്ചില്ല. എനിക്കൊന്ന് ഇംഗ്ലീഷ് വായിക്കാൻ ഇച്ചിരി ബെറ്റർ. നോക്കി ഈ പറഞ്ഞിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? ഈ പറഞ്ഞ സംഭവം ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് ഓഷ്യൻ അല്ല, നമ്മൾ പറഞ്ഞു ഓഷ്യനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് ലോ പ്രഷർ സെൻറ്റർ ആണ് വിത്ത് ഹൈ വിൻഡ് വെലോസിറ്റി എന്നുള്ള സാധനം ശരിയാണ്. നമുക്കറിയാം ഇതിങ്ങനെ നമ്മൾ ഈ ഹറിക്കേൻ എന്ന് പറഞ്ഞ സാധനം കേട്ടോ, അത് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക ലോ പ്രഷർ സെൻറ്റർ വിത്ത് ഹൈ വിൻഡ് വെലോസിറ്റി ശരിയാണ്. ഇനി എന്താണ്? ഇത് കറക്റ്റാണ്. എല്ലാ ഡിപ്രഷൻസും സൈക്ലോണായിട്ട് ഫോം ചെയ്യത്തില്ല, ശരിയാണ് കേട്ടോ. ഇനി എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്യുമുലോ നിംബസ് ക്ലൗഡ് ആണ് എന്തോ ചെയ്യുന്നത്, ഇതിൻ്റെ കോറിനെ സറൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കറക്റ്റാണ്. എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. നമുക്ക് ഈ വായിച്ചാൽ എളുപ്പം മനസ്സിലാകുന്നത് ഏത് ഭാഷയാണോ ആ ഭാഷയുള്ള ക്വസ്റ്റ്യൻ വായിക്കട്ടോ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുമേ. ക്ലിയർ അല്ല? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, ബാക്കി എല്ലാ ഓപ്ഷനും ശരിയാണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞ ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ള വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ലാറ്ററൈറ്റ് സോയിലാണ് കേട്ടോ. ലാറ്ററൈറ്റ് സോയിലാണ് ഇതിൻ്റെ ആൻസർ. ഈ പറഞ്ഞ ഓരോ സോയിലിൻ്റെയും വരുന്ന കണ്ടീഷൻസ് ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ്. അതുകൊണ്ട് അത് കറക്റ്റ് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതും UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ഗെയിം കൺട്രി എന്ന് വിളിക്കുന്നത് ഏത് സംഭവത്തിനെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ഗെയിം കൺട്രി എന്ന് വിളിച്ചാൽ ഓർത്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേന് ബിഗ് ഗെയിം കൺട്രി എന്ന് പറഞ്ഞാൽ സാവന്ന എന്നൊരു സംഭവമുണ്ട്. സാവന്ന, ഈ സാവന്ന എന്നുള്ള സംഭവം തന്നെയാണ് ഓർത്തിരിക്കുക. ബിഗ് ഗെയിം കൺട്രി എന്ന് പറയാൻ നമ്മുടെ ആഫ്രിക്ക, അതുപോലെ തന്നെ ഏഷ്യ, ഈ ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക തുടങ്ങിയ സ്ഥലത്തുള്ള ട്രോപ്പിക്കൽ സാവന്നാസ് നമ്മൾ പറയും. ട്രോപ്പിക്കൽ സാവന്നാസ് നമ്മൾ പറയും. ട്രോപ്പിക്കൽ സാവന്ന അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് കേട്ടോ, അതാണ് സംഭവം. ട്രോപ്പിക്കൽ സാവന്നാസ് അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡിനെയാണ് നമ്മൾ ഈ സാവന്ന എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബിഗ് ഗെയിം കൺട്രി വിളിക്കുന്നത് ആഫ്രിക്കൻ സാവന്നയാണ് നോത്തിരിക്കുക കേട്ടോ. ആഫ്രിക്കൻ സാവന്ന വിളിക്കുന്നതാണ് ബിഗ് ഗെയിം കൺട്രി എന്ന് പറഞ്ഞ സംഭവം. ഇതാ പറഞ്ഞിട്ടുള്ള വേൾഡ് ജോഗ്രഫി എന്ന് വെച്ച ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ഗെയിം കൺട്രി എന്ന് വിളിക്കാൻ കാരണം ഇവിടെ നിന്ന് പറയുമ്പോഴത്തെ ഇനി ഒരു സ്ഥലത്ത് ഈ സാവന്ന എന്നുള്ള ഏതാ ഞാൻ പറഞ്ഞല്ലോ ഗ്രാസ് ലാൻഡ് ആണ്. അവിടെ നിന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് ജീവികളെ എന്തോ ചെയ്യുന്നുണ്ട്, കൂട്ടത്തോടിട്ട് ആൾക്കാർ മനുഷ്യൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ഗെയിം കൺട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക താഴ്വാരം ഒന്നുമല്ല, ആഫ്രിക്കൻ സാവന്നയാണ്. ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ഇപ്പം എന്താണ് ഏഷ്യൻ സാവന്ന എന്നൊരു ഓപ്ഷൻ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സൗത്ത് അമേരിക്കൻ സാവന്ന എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, കറക്റ്റാണ്. അപ്പോൾ ഓർത്തിരിക്കുക സാവന്ന എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഹൈറ്റ് ഉള്ളൊരു തരം ഗ്രാസ് ആണ് കേട്ടോ സാവന്ന, അല്ലെങ്കിൽ നമുക്ക് ഗ്രാസ് ലാൻഡ് എന്ന് വിളിക്കാം സാവന്നെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള ഇതിനെന്ന് പറയുമ്പോൾ നമുക്കിനി അടുത്ത ബഡ്ജറ്റ് വരട്ടെ, അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനു വേണ്ടി എല്ലാം എന്താണ് ഇതിൻ്റെ വളർച്ചയും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള സമീപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് PM ഗതിശക്തിയാണ് കേട്ടോ. PM ഗതിശക്തിയാണ് എന്ത് ഇതിൻ്റെ ആൻസർ. PM ഗതിശക്തി പ്രകാരമാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ എല്ലാം വികസനത്തിന് വേണ്ടിയുള്ള സംഭവമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 11th എക്കോണമി 11th ഫയർ പ്ലാനിനകത്ത് 11th പീരീഡിനകത്ത് ഇന്ത്യൻ എക്കോണമിക്ക് ഉണ്ടായ എക്കോണമിക് ഗ്രോത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? 7.9% ആണ് കേട്ടോ. എക്കോണമിക് ഗ്രോത്ത് 7.9% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. RBIയുടെ റിലേഷൻ നോക്കുക. ഇതിൻ്റെ അകത്ത് പറയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ കറക്റ്റ് അബൌട്ട് RBI. RBIയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആലോചിക്കുന്നത്.
അടുത്ത ഓപ്ഷൻ ഇതും കറക്റ്റാണല്ലോ, ഇത് കറക്റ്റാണ് കേട്ടോ. ഇനി എന്താണ് എക്സ്റ്റേണൽ ട്രേഡും അതുപോലെ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ 3 എണ്ണവും ശരിയാണ്. ഓൾ ഓഫ് ദ ബോൺ ഇതിന്റെ ആൻസർ. ഈ പറഞ്ഞിട്ടുള്ള നീതി ആയോഗിന്റെ അണ്ടറിലുള്ള ഇന്റർ മിനിസ്ട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ഓൺ മൾട്ടി ഡയമെൻഷണൽ പ്രോവർട്ടി ഇൻഡെക്സിനകത്ത് ഇതിൽ ഏതൊക്കെ മിനിസ്ട്രി ഇൻക്ലൂഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞിട്ടുള്ള നീതി ആയോഗിന് അണ്ടറിലുള്ള ഇന്റർ മിനിസ്ട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനകത്ത് ഈ പറഞ്ഞതിൽ ഏതൊക്കെ മിനിസ്ട്രി അല്ലെങ്കിൽ ഏതൊക്കെ കമ്മിറ്റി ഇൻക്ലൂഡ് ആകുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ പറയുമ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിനാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് കേട്ടോ. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനുമാണ് ഇതിന് ആൻസർ കേട്ടോ. തെറ്റിക്കരുതേ, ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള നോബൽ പ്രൈസിൻ്റെ കേസ് നമുക്ക് 2023 പഠിക്കാമേ, അത് മതി. ഇപ്പം ഇത് 2023 പേപ്പറാണ്, 2020 ക്വസ്റ്റൻ ചോദിച്ചതേ ഉള്ളൂ. ഇതിനകത്ത് പറയാൻ ചോദിക്കാൻ സാധ്യതയില്ല, നമുക്ക് ഇപ്പം വേണേൽ ചോദിക്കാം. നോക്കി, ഈ പറഞ്ഞിട്ടുള്ള 2022 എക്കണോമിക്സിന് അവാർഡ് കിട്ടിയത് എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞ റിസർച്ച് ഓഫ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ റിസർച്ചിനാണ് കിട്ടുന്നത് കേട്ടോ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള ഇതും UPSSIയുടെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് എന്ത് തന്നെയാണ്? 2019 UPSSIയുടെ ക്വസ്റ്റൻ ആയിരുന്നു. നോക്കിയേ, ബ്യൂറോക്രസിയെ കുറിച്ചിട്ടുള്ള വെബറിൻ്റെ ഐഡിയയിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. ബ്യൂറോക്രസിയെ കുറിച്ചുള്ള വെബറിൻ്റെ ഐഡിയയിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റൻ. നോക്കി, ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള സംഭവം ശരിയാണ്. എക്സ്റ്റെൻസീവ് പേപ്പർ വർക്ക് എന്നൊരു സംഭവം ഇല്ല. എന്താണ്? വെൽ ഓർഗനൈസ്ഡ് അതോറിറ്റി ഓഫ് ഹൈറാർക്കി കറക്റ്റാണ്. ഇംപേഴ്സണൽ നേച്ചർ കറക്റ്റാണ് കേട്ടോ. ഇതിനകത്ത് പറയുമ്പോഴത്തേനപ്പം 2 തെറ്റാണ്. 2 തെറ്റാന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ്. ഓൺലി 1, 3 and 4 ആണ് കറക്റ്റ്. ഇതാണ് എൻ്റെ ആൻസർ. ഓൺലി 1, 3 and 4 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ പറഞ്ഞിട്ടുള്ള CEDAW എന്തിനെ അസോസിയേറ്റഡ് ആണ് ക്വസ്റ്റൻ. ഇതിൻ്റെ ഫുൾ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന് ആൻസർ എഴുതാം കേട്ടോ. CEDAW പറഞ്ഞാൽ എന്താണെന്നറിയോ? കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ എന്നാണ്. എന്താണ്? കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ എന്നാണ്. കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ എന്നാണ്. അപ്പോൾ ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണിത്, ഈ പറഞ്ഞിട്ടുള്ള സെഡോ എന്നുള്ള സംഭവമേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആയത് ഏത് വർഷമാണ്? തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ 2006 കൊടുത്തത്. ഏതാണ് ആൻസർ? 2005 ആണ്. 2006 എന്നൊന്നും വിചാരിച്ചേക്കരുത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് 12th October അല്ലേ? 12th October 2005 RTI കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നത് കേട്ടോ. എന്താണ്? 12th October 2005 നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഞാൻ ഇതിൻ്റെ മലയാളം ക്വസ്റ്റൻ എടുക്കാമേ. ക്ലിയർ എന്താണ്? 2005 ഒത്തിക്കുക കേട്ടോ. ഇത് നോക്കി, മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്നുള്ളത് ആരുടെ ബുക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. VR കൃഷ്ണയ്യരുടെ ബുക്കാണ്. ഈ ബുക്കൊക്കെ പണ്ട് പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അതിപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഏതൊരു ടെക്സ്റ്റിനകത്ത് ഈ ബുക്ക് റെഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. VR കൃഷ്ണയ്യരുടെയാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്നുള്ള ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഇതൊരു കറണ്ട് അഫയർ വെച്ച ക്വസ്റ്റൻ ആണ്. ഋഷി സുനക് എന്ന് പറയുന്ന ആരാണ്? ഇപ്പോൾ UK PM ആണ് അല്ലേ? ഋഷി സുനക്കിന് തൊട്ട് മുമ്പ് ഇരുന്ന PM ഏതാണ് ക്വസ്റ്റൻ. ഈ പറഞ്ഞ ബോറിസ് ജോൺസൺ വിടാൻ കാര്യം തെറ്റിക്കാൻ വേണ്ടിയാണ്. ഓർത്തിരിക്കുക, ലിസ്ട്രസ് ആണ് അതിൻ്റെ ആൻസർ. ലിസ്ട്രസ് ആണ് ആൻസർ. ഈ പറഞ്ഞ ഇവരെല്ലാം സെയിം പാർട്ടിയാണ്. ലിസ്ട്രസ് ആണ് 2022 ഈ പുള്ളി ജോയിൻ ചെയ്യുന്ന തൊട്ട് മുമ്പ് ഇരിക്കുന്ന ലിസ്ട്രസ് തന്നെയാണ് കേട്ടോ. അതേ തൊട്ട് മുമ്പ് ഇരുന്ന ആളാണ് നമ്മുടെ ബോറിസ് ജോൺസനെ. ലിസ്ട്രസ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു എന്തോ ഒരു ഇഷ്യൂ കാരണമാണ് പുള്ളിക്കാരിയെ മാറ്റിയിട്ട് ഋഷി സുനക്കിനെ PM ആക്കുന്നത് കേട്ടോ. എന്ന് പറയുമ്പം അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റൻ ആയിരുന്നു, ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? 1946 ചില മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത സമയത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അംഗസംഖ്യ എത്രയാണ്? 389 ആണല്ലേ? ശരിയല്ലേ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വരുന്നത് 299 ആവുന്നത്. ഓർത്തിരിക്കുക, 389 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ ഇനി കറക്റ്റ് ഇത് പറയാൻ ഒക്കുമോ നോക്കുക കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കേസാണിത് മൊത്തം. ഈ കേസിനെ കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കി, ഇതിനകത്ത് ഓരോ കേസും കറക്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞില്ല, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സിവിക്സിനകത്തും കോൺസ്റ്റിറ്റ്യൂഷനകത്തും പഠിക്കേണ്ട സംഭവമാണ്. അവർ എടുത്ത് പറയത്തേ ഇല്ല ഈ സംഭവം, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഇതിന് ആൻസർ എഴുതാൻ ഒക്കത്തില്ല. നോക്കി, പറയാം ഇതിൽ ഏത് കേസോ ഏതൊക്കെ സമയമാണെന്ന്. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഓരോ കേസും എപ്പോൾ നടന്ന് പറയാം. നമുക്കറിയാവുന്ന ഏറ്റവും അറിയാവുന്ന കേസ് ഇതാണ്. ഈ പറഞ്ഞിട്ടുള്ള മിനർവ മിൽസ് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേസാണ്. അതെല്ലാം അറിയാം. ഇത് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള
കുറേ സംഭവം നമ്മൾ അമെൻമെൻറ്റ് പഠിച്ച സെക്ഷൻ്റെ ബാക്കി പറഞ്ഞ സംഭവമാണ് ഈ പറഞ്ഞ മിനർവ മിൽസ് കേസ് അല്ലേ. ഓർത്തിരിക്കും 1980 മിനർവ മിൽസ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ഇതിൻ്റെ വിധി, എന്താണ് ഇതിൻ്റെ നമ്മളിപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു സംഭവമാണിത്. നമ്മൾ പറയുമ്പം ആ ഒരു സമയത്ത് പറയുമ്പം എന്താണ് ഒരു സംഭവം പ്രസിഡന്റ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമല്ല എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് പിന്നെ വരുന്നതാണ് ഈ പറഞ്ഞ മിനർവ മിൽസ് കേസ് കേട്ടോ. ഓർത്തിരിക്കണം, ഇതാണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചൊക്കെ അഡീഷണൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത് 1980 മിനർവ മിൽസ് കേസാണ്. അപ്പോൾ ഇത് 1980 നമുക്കറിയാം. നമുക്ക് അറിയാവുന്ന കേസ് എന്താണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലേ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് 1973 വരെ 72 തൊട്ട് 73 കേസാണിത്. 1973 കേസാണിത് നമ്മുടെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ്. ഇതെന്തുവാ സംഭവം? നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പ്രൊവൈഡഡ് എന്താണ്, ഒരു കാരണവശാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് നേച്ചറിനെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസിക് നേച്ചറിനെ ഓൾട്ടർ ചെയ്യാതെ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന കേസാണെന്ത്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് കേട്ടോ. തെറ്റിക്കരുതേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 1973 ആണ്, അത് നമുക്കറിയാം അല്ലേ. ഈ നോക്കിയോ, ഈ പറഞ്ഞിട്ടുള്ള ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ്, ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് എന്ന് പറഞ്ഞാൽ 1967 ആണ്. എന്താണ്? 1967 ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു കേസിന്റെ വിധിയാണ് എന്തോ പറഞ്ഞത്, ഒരു കാരണവശാലും പാർലമെന്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കർട്ടയിൽ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ്. എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കർട്ടയിൽ ചെയ്യാനുള്ള റൈറ്റ് പാർലമെന്റിനില്ല എന്ന് പറയുന്ന കേസാണ് ഈ പറഞ്ഞ ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് അല്ലേ. അതിൽ നോക്കിയാൽ നെക്സ്റ്റ് വൺ ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചെമ്പകം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ്. ചെമ്പകം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1951 കേസാണ്. ചെമ്പകം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസാണ് 1951 കേസാണ്. ഈ ഒരു കേസ് പ്രകാരം ഇത്രയേ ഉള്ളൂ സംഭവം. ഫണ്ടമെൻ്റൽ റൈറ്റും നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത് എന്ന് പറയുന്ന കേസാണെന്ത്? ഈ ചെമ്പകം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ്. ഇനി ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞാൽ ഫസ്റ്റ് ഏതാണ്? നമ്മുടെ ചെമ്പകം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസാണ്. എന്ന് വെച്ചാൽ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇത് ഒറ്റൊരെണ്ണേ ഉള്ളൂ. നോക്കിയാൽ കറക്റ്റാന്ന് നോക്കി. സെക്കൻഡ് വൺ ഇത് വരും നമ്മുടെ ഗോലഖ്നാഥ് കേസാണ് സെക്കൻഡ് വരേണ്ടത്. തേർഡ് എന്ന് പറയുമ്പം കേശവാനന്ദ ഭാരതി കേസാണ്. മിനർവ മിൽസ് കേസാണ് ലാസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ, ശരിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേരാണ് എന്ത്? റയട്ട് വാരി. നമുക്കറിയാം അല്ലേ, ഇത് റയട്ട് വാരി സിസ്റ്റമാണ്. റയട്ട് വാരിക്കകത്താണ് ആ പെസൻറ്റ് തന്നെയാണ് ആ ഭൂമിയുടെ ഓണറായിട്ട് വരുന്നത്. ആ പെസൻറ്റ് തന്നെ ആയിരിക്കും എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞ ടാക്സ് ഗവൺമെൻറ്റിൽ അടയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുമ്പം ഇതിനകത്തുള്ള ഓരോ സംഭവം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. സാമന്താരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള റെൻറ്റ് കളക്ട് ചെയ്യുന്ന ആരായിരിക്കും? സാമന്താസ് ആയിരിക്കും. ഈ സാമന്താസ് ഈ റെൻറ്റ് കൊണ്ട് ആർക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കണം, കറക്റ്റ് സമയത്ത് ആർക്കും കൊടുക്കണം? ബ്രിട്ടീഷുകാർ കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനകത്ത് പറയുമ്പം 1 out of 11 ആണ് ഈ പറഞ്ഞ സാമിന്ദാർസിന് കിട്ടുന്നത്. 10 out of 11 പ്രോഫിറ്റും ആർക്ക് കിട്ടുകയാണ്? ഞാൻ UK അങ്ങ് എഴുതുക കേട്ടോ, UK അങ്ങ് എഴുതുകയാണേ. ബ്രിട്ടീഷുകാരാണ് നോക്കണേ, UK കിട്ടുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ യുണൈറ്റഡ് കിങ്ഡം UK എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നേ ഉള്ളൂ, ബ്രിട്ടീഷുകാരാണെന്ന് ആലോചിച്ചോണേ. 1 out of 11 മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ? ഈ പറഞ്ഞ സാമിന്ദാസിന് കിട്ടുന്നുള്ളൂ. 10 out of 11 കിട്ടുന്ന ആർക്ക് തന്നെയാണ്? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കാണ്. അതാണ് ഈ പറഞ്ഞ സാമിന്ദാരി സിസ്റ്റം എന്നുള്ള സംഭവം. ഇനി എന്താണ് മഹൽവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മഹൽവാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ മഹൽവാരിക്കകത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു വില്ലേജിൻ്റെ എന്താണ് ഹെഡ്, ഒരു വില്ലേജ് ഹെഡ് ആയിരിക്കും എന്തോ ചെയ്യുന്നത്. നമ്മളതാണ് ഈ മഹൽവാരി എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജിൻ്റെ ഹെഡ്മാനാണ് അവിടെ ഉള്ള എല്ലാ ഫാമേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? തെറ്റിക്കരുത്. എന്താണ്? വില്ലേജ് ഹെഡ്മാനാണ് എന്തോ ചെയ്യുന്നത്? ഫാമേഴ്സിൻ്റെ റവന്യൂ കളക്ട് ചെയ്യുന്നത്. ആ ഫുൾ വില്ലേജിനെ ആ ഫുൾ വില്ലേജിൻ്റെ ബിഹാഫിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വില്ലേജിൻ്റെ ഹെഡാണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള മഹൽവാരി സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആൻസർ എന്താണ്? റയട്ട് വാരിയാണ് നമ്മളെ പെസൻറ്റ് തന്നെ ഓണറായിട്ട് വരുന്ന സംഭവം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എന്താണ്?
പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് തെറ്റെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, എന്താണ് പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റ് എല്ലാ തലത്തിലും സ്ത്രീകൾക്കാണ്. അത് കറക്റ്റാണ് കേട്ടോ. ഇത് നോക്കി, പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ 12 ഷെഡ്യൂൾ അല്ല, ഇത് തെറ്റാണ്. എന്താണ് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ 11th ഷെഡ്യൂളാണ് കേട്ടോ. 11th ഷെഡ്യൂളാണ് പഞ്ചായത്ത് രാജ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബി എന്നുള്ള ആൻസർ തെറ്റാണ്. ഇനി എന്താണ് ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത്, അത് കറക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്, ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്ന് പറയുമ്പോൾ 12 ഷെഡ്യൂൾ അല്ല, നമുക്കറിയാം 11th ഷെഡ്യൂളാണ് എന്ത് പഞ്ചായത്ത് രാജ് എന്നുള്ള സംഭവമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇനി എന്താണ് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുന്നത്. എനിക്ക് ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എടുക്കും. അന്ന് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ദാറ്റ്, അന്ന് നോക്കി, ഇറ്റ് ഷാൽ ബി ദി ഡ്യൂട്ടി ഓഫ് യൂണിയൻ ടു പ്രൊട്ടക്ട് എവറി സ്റ്റേറ്റ് എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാൻ പറ്റുന്ന ആൻസർ എന്താണെന്ന്. ഏതാണ് ആർട്ടിക്കിൾ 355 എന്തോ പറയുന്നത്. ഇത് എന്താണ് ഒരു സ്റ്റേറ്റിനെ എല്ലാ തരത്തിലും എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഇന്റേണൽ അഗ്രേഷൻ ആണെങ്കിലും എക്സ്റ്റേണൽ അഗ്രേഷൻ ആണെങ്കിലും ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണെങ്കിലും എല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് യൂണിയൻ്റെ ഡ്യൂട്ടി ആണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 355 നമുക്കറിയാവുന്നതാണല്ലേ. ഈ ആർട്ടിക്കിൾ 325 എന്താണെന്ന് പറയാമോ? ഒറ്റയടിക്ക് പറയാമോ? ഇതെന്ന് പറയുന്നതൊക്കെ അറിയാം. ഇത് 325 എന്ന് പറയുമ്പോഴത്തേക്കിന് 324 എന്താണ്? 324 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആണെങ്കിൽ 324 അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ 325 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെയും ഈ പറഞ്ഞ ജെൻഡറിൻ്റെയോ കാസ്റ്റിൻ്റെയോ സെക്സിൻ്റെയോ റേസിൻ്റെയോ പേരിൽ റിലീജിയൻ്റെയോ പേരിൽ ഒരാളെയും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രൽ റോളിൽ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എക്സ്ക്ലൂഡ് ചെയ്യാനോ ഒക്കത്തില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 325. ശരിയല്ലേ? ഇത് നോക്കി, ഇത് നമുക്കറിയാം 352 തൊട്ട് 360 വരെ എന്താണ് നമ്മുടെ എമർജൻസി ആർട്ടിക്കിളാണ് അല്ലേ. 360 വരെ എന്താണ് എമർജൻസിയെ കുറിച്ചുള്ള സംഭവമാണ്. 356 എന്ത് നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി. ഇനി നോക്കിക്കോളൂ, നമ്മുടെ ആർട്ടിക്കിൾ 353 എന്താണ്? 353 എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 7th ഷെഡ്യൂൾ എന്താണ്? നമുക്കറിയാം യൂണിയനും സ്റ്റേറ്റുള്ള സബ്ജക്ട്സിനെ കുറിച്ച് പറഞ്ഞാൽ 7th ഷെഡ്യൂൾ അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ 7th ഷെഡ്യൂളിലുള്ള സബ്ജക്ട്സിനെ അല്ലെ 7th ഷെഡ്യൂളിനെ ഓവർറൈഡ് ചെയ്യാനുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് ആണ് എന്ത്? ആർട്ടിക്കിൾ 353 കേട്ടോ. എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 7th ഷെഡ്യൂളിലുള്ള സംഭവങ്ങളെ ഓവർറൈഡ് ചെയ്യാനുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് ആണ് എന്ത്? ആർട്ടിക്കിൾ 353. 354 എനിക്ക് കറക്റ്റ് ഓർമ്മ, എന്തുകൊണ്ട് ഫിനാൻസ് റിലേറ്റഡ് സംഭവമാണ് കേട്ടോ 354. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നിങ്ങൾ നോക്കുക കേട്ടോ എന്താണ് 354 മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള പടയണിയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നൊരു സംഭവമാണ് പഠിക്കാനേ. ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓർത്തിരിക്കാനെന്ന് പറയുമ്പോൾ കേരളത്തിലെ ആർട്ട് എന്നൊരു സംഭവം ഉള്ളതാണ്, അതിനകത്തുള്ളതാണ് ഇത്. നോക്കി, ഏതാണ് ഇതിന് ആൻസർ? തപ്പും ചെണ്ടയുമാണ് എവിടെ യൂസ് ചെയ്യുന്നത്? പടയണിയിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. കേരള ചോസർ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, പറയാം. ചീരാമ കവിയാണ് എന്ത്? കേരള ചോസർ. ചീരാമ കവിയാണ് കേരള ചോസർ. ഇത് നോക്കണം എന്നില്ല, നമ്മൾ ഈ പറഞ്ഞ 2022 വിന്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്ത് ചൈനയാണ് കേട്ടോ. 2022 വിന്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്ത ആരാണ്? ചൈനയാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത്? ഇത് യാറ്റ് റേസിംഗ് ആട്ടോ. യാറ്റ് റേസിങ്ങോട് ബന്ധപ്പെട്ടാണ് യാറ്റ് റേസിംഗ് അറിയാലോ അല്ലേ. അമേരിക്കൻ കപ്പ് എന്ന് പറഞ്ഞാൽ യാറ്റ് റേസിങ്ങോട്, മറ്റേ യാട്ട് ഓടിക്കുന്ന സംഭവമാണേ, അറിയാമല്ലോ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കപ്പ് എന്നുള്ള സംഭവം. കാര്യം ടെന്നീസിൽ എന്തൊക്കെ വരുന്നുണ്ട്? വിംബിൾഡൺ ഉണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ടെന്നീസിലുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങളെ. ഇനി ഈ പറഞ്ഞിട്ടുള്ള ബാഡ്മിൻ്റൺ നോക്കുക, നമുക്ക് ഇമ്പോർട്ടൻറ്റ് കപ്സ് ആൻഡ് സ്പോർട്സ് പേഴ്സൺസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ബാഡ്മിൻ്റണിൻ്റെ കറക്റ്റ് എന്താണ് ടൂർണമെൻറ്റ്സിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാർഡുണ്ടല്ലോ, കാർഡ് ചെളിയുന്ന സംഭവമാണ്. നമ്മൾ ചീട്ടില്ലേ, ചീട്ട് ചെളിയുന്ന ഒരു കളിയാണ് ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ചീട്ട് വെച്ച് കളിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് കളിയാണ് ഈ ബ്രിഡ്ജ് എന്നുള്ള സംഭവമേ. അപ്പോൾ ഓർത്തിരിക്കുക, അമേരിക്കൻ കപ്പ് എന്ന് പറഞ്ഞാൽ യാറ്റ് റേസിനോട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി നോക്കിക്കോളൂ, പറഞ്ഞ ബംഗ്ലാദേശിൻ്റെ നാഷണൽ ഗെയിം ഏതാണ്? കബഡിയാണ്. ഇന്ത്യയുടെ ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. ഓർത്തിരിക്കുക. ഇനിയും ചെട്ടികുളങ്ങര ഭരണി, ഇത് പറയുമ്പം ഏത് ഭഗവതി ടെമ്പിളോട് അസോസിയേറ്റ് ആണ്? ചെട്ടികുളങ്ങര എന്ന് പറഞ്ഞാൽ ഏതാ സ്ഥലം? ചെട്ടികുളങ്ങര എന്നുള്ള സ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ് അല്ലേ. ആലപ്പുഴ ഭഗവതി ടെമ്പിളിലുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ചെട്ടികുളങ്ങര ഭരണി എന്ന് പറയുമ്പം ആലപ്പുഴ ഭഗവതി ടെമ്പിൾ അസോസിയേറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം എന്ന് പറയുമ്പം കേരളത്തിലെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നൊരു സെക്ഷനകത്ത് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള കേരള ഫോക്ലോർ അക്കാഡമിയുടെ ഫസ്റ്റ്
ഫസ്റ്റ് ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഇതും ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഉള്ള സെക്ഷനകത്തുള്ളതാണ്. രാഘവൻ പയ്യനാടല്ല. ഓർത്തിരിക്കുക, ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫസ്റ്റ് ചെയർമാനെ. നോക്കിനിയും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള PT ഉഷയ്ക്ക്, പുള്ളിക്കാരിക്ക് ഒളിമ്പിക്സ് കിട്ടിയിട്ടില്ല. പുള്ളിക്കാരിക്ക് ബ്രോൺസ് മെഡൽ കിട്ടിയതിനെ വളരെ കുറഞ്ഞ എത്രയോ നാനോ സെക്കൻഡ് അത്രയും കുറഞ്ഞ മാർജിനിലാണ് പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കിട്ടാതായി പോകുന്നത്. അത് ഏത് ഒളിമ്പിക്സ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ ഏതാണെന്ന്? PT ഉഷയ്ക്ക് നമ്മുടെ ബ്രോൺസ് മെഡൽ കിട്ടാതായി പോയത് ഏത് ഒളിമ്പിക്സ് ആണ്? പറയാൻ നോക്കി. നമ്മുടെ ലോസ് ഏഞ്ചലസ് വെച്ച് നടന്ന LA വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സിലാണ്. 1984 ആണ് കേട്ടോ ഇത്. 1984 LA ഒളിമ്പിക്സിലാണ് കിട്ടാൻ PT ഉഷയ്ക്ക് ബ്രോൺസ് മെഡൽ കിട്ടാതായി പോയിട്ട്. 1984 ഒളിമ്പിക്സിലാണ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ഓർത്തിരിക്കുക, IPL 2023 ഹെർബൽ ലൈഫിനെ ഒഫീഷ്യൽ പാർട്ണർ അനൗൺസ് ചെയ്തത്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ IPL 2023 പാർട്ണർ ഹെർബൽ ലൈഫാണ്. ഓർത്തിരിക്കുക. ഇതിനകത്ത് ഒരു കാരണവശാലും ചാൻസ് തരത്തില്ല. DRDO ഒരു കാരണവശാലല്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അല്ല. പിന്നെ BCCI ആണോ ICC ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഉറപ്പായിട്ടും BCCI ആണ്. കാര്യം IPL എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന സാധനമല്ലേ. BCCIയുടെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞേ. പറഞ്ഞു ബോർഡ് ഓഫ് ക്രിക്കറ്റ് ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ കേട്ടോ. ബോർഡ് ഓഫ് ക്രിക്കറ്റ് ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, അതാണ് BCCI. ബോർഡ് ഓഫ് ക്രിക്കറ്റ് ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് BCCIയുടെ ഫുൾ ഫോം. ICCയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ICC കേട്ടോ. BCCI ആണ് ഇന്ത്യയിലെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നോക്കിക്കോളൂ. നെക്സ്റ്റ് നോക്കി, ഇതൊക്കെ ആ സമയത്ത് കറണ്ട് അഫെയർ ആണ് കേട്ടോ. നോക്കി, നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്ത ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് എവിടെ വെച്ച് നടന്നെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കറണ്ട് അഫെയർ ആണ്. നോക്കി, ഭോപ്പാലാണ് ഇതിൻ്റെ ആൻസറെ. നോക്കുക, അതൊക്കെ കറണ്ട് അഫെയർ ആണ്. ഇനി നോക്കി ഇത് IT സെക്ഷനാണ്. ഇനി IT സെക്ഷനാണ് ഇത്. നോക്കി, ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണെന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി, ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചേ. ഹബ് ഓപ്പറേറ്റ്സ് ഓൺ ഡേറ്റാ ലിങ്ക് ലെയർ വൈൽ സ്വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ഫിസിക്കൽ. തെറ്റാണ്, നേരെ തിരിച്ചാണ് കേട്ടോ. ഹബ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ OSI മോഡലിലെ ഫസ്റ്റ് ലെയറിലാണ്. വെച്ചാൽ ഫിസിക്കൽ ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹബ്ബാണ്. ഹബ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡേറ്റാ ലിങ്ക് ലെയർ. ഡേറ്റാ ലിങ്ക് ലെയർ സെക്കൻഡ് OSI മോഡലിലെ സെക്കൻഡ് ലെയറാണ് ഈ പറഞ്ഞ ഡേറ്റാ ലിങ്ക് ലെയർ. സ്വിച്ച് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡേറ്റാ ലിങ്ക് ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്വിച്ച് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. തെറ്റാണ്. അപ്പോൾ ഈ ഓപ്ഷനെ നോക്കണേ. ഹബ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ. ശരിയാണ്, ഹബ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. റൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ്, നെറ്റ്വർക്ക് ലെയറിലാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടും ശരിയാണ്. ഈ പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി, ഡിജിറ്റലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? നമ്മളൊരു ഡിജിറ്റൽ ടാബ്ലറ്റ് ആണ്, ഡിജിറ്റൽ ടാബാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രാഫിക് ടാബാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റലൈസർ എന്നുള്ള സംഭവം. ഡിജിറ്റലൈസർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻപുട്ട് ഡിവൈസ്. കറക്റ്റ് ആണ്, ഡിജിറ്റലൈസർ ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ്. പ്ലോട്ടർ അറിയാം, നമ്മുടെ വലിയ ഫ്ലെക്സ് ഒക്കെ വലിയ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവം പ്ലോട്ടർ ആണ്. പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. കറക്റ്റ് ആണ്. ഇനി ജോയിസ്റ്റിക് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ് ആണ്. തെറ്റാണത്. ജോയിസ്റ്റിക് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. 1 and 2 are true എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിനകത്ത് വിർച്വൽ മെമ്മറിയുമായിട്ട് അസോസിയേറ്റഡ് അല്ലാത്ത എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റൻ. കാര്യം വിർച്വൽ മെമ്മറി എന്നുള്ള സംഭവം എന്നാൽ മെമ്മറി മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന സംഭവമാണിത്. വിർച്വൽ മെമ്മറി ചില പ്രൈമറി മെമ്മറിക്ക് അത് സ്പേസ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നറിയോ? വിർച്വൽ മെമ്മറിയിലെ സ്പേസ് ഈ റാമിന് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയുടെ സ്പേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള വിർച്വൽ മെമ്മറി സിസ്റ്റം. മനസ്സിലായി? സെക്കൻഡറി മെമ്മറിക്കകത്തുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള വിർച്വൽ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും? നമ്മളിത് ഒന്നിൽ റാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയുടെ സ്പേസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അതാണ് ഈ പറഞ്ഞ വിർച്വൽ മെമ്മറി എന്നുള്ളൊരു കോൺസെപ്റ്റ് കേട്ടോ. വെച്ചാൽ നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പറഞ്ഞ വിർച്വൽ മെമ്മറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടാത്ത സംഭവം എന്താണെന്നാണ് അറിയേണ്ടത്. നോക്കിയേ, സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിർച്വൽ മെമ്മറിക്കകത്ത് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ റാമിനകത്തുനിന്ന് ഹാർഡ് ഡിസ്കിനകത്തോട്ട് റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിനകത്തോട്ട് എന്താണ് നമ്മൾ ഡേറ്റ മൂവ് ചെയ്യുന്ന സംഭവമാണ് ഈ പറഞ്ഞ സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിനകത്തോട്ട് ഡേറ്റ മൂവ് ചെയ്യുന്ന സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള സ്വാപ്പിംഗ് എന്നൊരു സംഭവം. ക്ലിയർ അല്ലേ? ഇന്നൊക്കെ അറിയാം ഡിമാൻഡ് പേജിംഗ് എന്നുള്ളൊരു സംഭവം. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഈ പറഞ്ഞ സിസ്റ്റം റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് പേജിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിനകത്തുള്ള നെസസറി ആയിട്ട് ആ ഒരു മൂമെൻറ്റിൽ നെസസറി ആയിട്ടുള്ള പേജസ് മാത്രം മെമ്മറിയിൽ ലോഡ് ചെയ്യുന്ന സംഭവമാണ് ഡിമാൻഡ് പേജിംഗ്. ആ റൺ ടൈമിനകത്ത്
ഒരു പ്രോഗ്രാമിൻ്റെ അവർക്ക് ആവശ്യമുള്ള പേജ് മാത്രം മെമ്മറിലോട്ട് ലോഡ് ചെയ്യുന്ന പരിപാടിയാണ് ഡിമാൻഡ് പേജ് എന്നുള്ള സംഭവമേ. ഇനി ഈ പറഞ്ഞ സ്പൂളിംഗ് എന്നൊരു സംഭവം. സ്പൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് വിർച്വൽ മെമ്മറിയുടെ സംഭവമല്ല, നമ്മുടെ OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഒരു സംഭവമാണിത് സ്പൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഒന്നുമില്ല, ഡേറ്റ ഫയലിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നൊരു സംഭവമാണിത് ഈ പറഞ്ഞിട്ടുള്ള സ്പൂളിംഗ് എന്ന് പറയുമ്പോഴത്തേന്. ഒന്നുമില്ല, ടെമ്പററി സ്റ്റോർ ഡേറ്റ ആണ്. ചില നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിവൈസിന് ഒരു സ്പെഷ്യൽ ഡിവൈസിന് വല്ലതും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റയാണ് സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സ്പൂളിംഗ് OSൻ്റെ സംഭവമാണ്, വിർച്വൽ മെമ്മറിയുടെ സംഭവമല്ല കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഡേറ്റ സ്വാപ്പിങ്ങും ഡിമാൻഡ് പേജിങ്ങുമാണ് വിർച്വൽ മെമ്മറി ഡേറ്റയുള്ള സംഭവം. സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ OSൻ്റെ സംഭവമാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് എന്ത് സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് തെറ്റ് കേട്ടോ, സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, റാൻസം വെയറിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ഈ റാൻസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവരൊരു സംഭവം എടുത്ത് വെച്ചിട്ട് റാൻസം ചോദിക്കും. അതാണ് ഈ പറഞ്ഞ റാൻസം വെയർ ചെയ്യുന്നത്. റാൻസം വെയർ ഈസ് എ വൈറസ് വിച്ച് റെപ്ലിക്കേറ്റ്സ്. അല്ല, തെറ്റാണ്. റാൻസം വെയർ എന്ന് പറഞ്ഞാൽ വൈറസ് ഒന്നുമില്ല. റാൻസം വെയറിൽ ചെയ്യുന്നത് എന്താണ് സംഭവം? ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആക്സസ് ഇവരെടുക്കും. ഒരു എൻക്രിപ്റ്റഡ് സാധനം വെച്ചിട്ട് അവർ ആക്സസ് എടുത്തിട്ട് നമുക്ക് തിരിച്ച് ആക്സസ് കിട്ടാൻ വേണ്ടി ഇവരെന്തോ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ അവർ റാൻസം ചോദിക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള റാൻസം വെയർ എന്നൊരു സംഭവം കേട്ടോ. അതാണ് ഈ റാൻസം വെയർ. ഒന്നുമില്ല, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അവർ ലോക്ക് ഔട്ട് ചെയ്യും. അതാണ് സംഭവം ചെയ്യുന്നത്. റാൻസം വെയർ വൈറസ് അല്ല കേട്ടോ. എന്താണ് ഈ സത്യം പറയാൻ വേണ്ടി ഇത് പറയാൻ, പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ സത്യം പറയാൻ. എന്താണ് അറ്റാക്കർ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആക്സസ് കളയുന്ന സംഭവം തന്നെയാണ്. ഞാനൊന്നും പറയാം കേട്ടോ. ഇതിനകത്ത് ഇവർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ബ്ലാക്ക് മെയിൽ ഒന്നും ചെയ്യുന്നില്ല. ഓർത്തിരിക്കുക, എന്തായാലും വൈറസ് അല്ലേ റാൻസം വെയർ എന്ന് പറയുന്നതിന് ആൻസർ കറക്റ്റ് എന്തായാലും ഒന്ന് തെറ്റാണ്. ഒന്നെന്നുള്ള സംഭവം തെറ്റാണ്. 2, 3 ഞാൻ പറഞ്ഞല്ലോ, റാൻസം വെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മുടെ ആക്സസ് വെച്ചാൽ ഇവർ ഒരു എൻക്രിപ്റ്റഡ് വല്ല പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആക്സസ് അവരെടുക്കും. വെച്ചാൽ നമ്മളെ അവർ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് തിരിച്ച് നമുക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി ഇവരെന്തോ ചെയ്യും വെച്ചാൽ നമ്മുടെ ആക്സസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റാൻസം ചോദിക്കും. അതാണ് ഈ പറഞ്ഞ റാൻസം വെയർ എന്നുള്ള സംഭവം. ഇതിന് ആൻസർ ഞാൻ കറക്റ്റ് പറയുന്നത് എന്തായാലും ഇത് തെറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവമാണ് റാൻസം വെയർ എന്നുള്ള സംഭവമേ. നോക്കിക്കോളൂ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവവും ഈ 4 പേരും ഉബുണ്ടുവിൻ്റെ ഓരോ വേർഷൻ്റെ പേരാണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ഉബുണ്ടു 20.04 LTS എന്ന് പറഞ്ഞാൽ ഫോക്കൽ ഫോസ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഉബുണ്ടു 20.04ൻ്റെ പേരാണ് എന്ത് ഫോക്കൽ ഫോസ എന്ന് പറഞ്ഞാൽ. ഉബുണ്ടു ഈ ജാമി ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ ഉബുണ്ടുവിൻ്റെ തന്നെ 22.04ൻ്റെ പേരാണ് എന്ത് ജാമി ജെല്ലി ഫിഷ്. 22.04 ഉബുണ്ടു വേർഷൻ്റെ പേരാണ് എന്ത് ജാമി ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ. ഇനി പറഞ്ഞാൽ ഇതെല്ലാം അത് തന്നെ കേട്ടോ. ഈ പറഞ്ഞ കൈനറ്റിക് കുഡുവും ബയോണിക് ബീവറും അത് തന്നെയാണ്. നോക്കിയോ, ഇനി ഈ പറഞ്ഞ കൈനറ്റിക് കുഡു 22.10 പേരാണ് ഉബുണ്ടു 22.10 പേരാണ് എന്ത് കൈനറ്റിക് കുഡു എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞിട്ടുള്ള ബയോണിക് ബീവർ 2018 വേർഷൻ 18.04 18.04 ഈ പറഞ്ഞിട്ടുള്ള ബയോണിക് ബീവർ എന്ന് പറഞ്ഞ സംഭവം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഇനി നമുക്ക് സാറ്റലൈറ്റ് ഇസ്രോയുടെയും DRDOയുടെയും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ആ ചോദിക്കുക. നോക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ഇസ്രോയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നോക്കി CMS-01 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നിൽ നിങ്ങൾ സാറ്റലൈറ്റിൻ്റെയും അതുപോലെ DRDOയുടെയൊക്കെ മിഷൻ്റെ പേര് പഠിക്കാൻ ഒക്കുമെങ്കിൽ മാത്രം പഠിക്കുക. കാര്യം ഈ സാറ്റലൈറ്റ്സിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കാൻ നമുക്കറിയാം, ആ ഒരു ഫീൽഡിൽ നിൽക്കാത്തവർക്ക് ഇത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നോക്കി CMS-01 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. കറക്റ്റാണ് കേട്ടോ, ഇത് കറക്റ്റാണ് ക്വസ്റ്റ്യൻ. നോക്കി ഈ പറഞ്ഞ GAST-6 എന്ന് പറയുമ്പോഴത്തേന് എർത്ത് ഒബ്സർവിങ് സാറ്റലൈറ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അവിടെ ഈ പറഞ്ഞ GAST-6 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. മിഷൻ EOS-04 എന്ന് പറഞ്ഞാൽ ഇത് ഫെയിൽ ആയ ഒരു മിഷനാണ് കേട്ടോ. EOS-03 എന്ന് പറഞ്ഞാൽ ഫെയിൽഡ് മിഷനാണ്. INS-IC എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ സാറ്റലൈറ്റ് അല്ല. INS-IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പോഗ്രഫി ഒക്കെ മാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ് INS-IC. എന്താണ് INS-IC എന്ന് പറഞ്ഞാൽ ട്രോപ്പോഗ്രഫി മാപ്പ് ചെയ്യാനും അതുപോലെ വെജിറ്റേഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം അല്ലെ ക്ലൗഡ്സിൻ്റെ ഒക്കെ പാറ്റേൺ അതൊക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന സംഭവമാണിത് INS-IC എന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെ പേര് വരുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് ഉണ്ട് കേട്ടോ. INS-ൻ്റെ കൂടെ ഇടുന്നുണ്ട്. IRN എന്ന് പറഞ്ഞ സംഭവം IRNS ഇതുണ്ട്. IRNS-IC എന്നൊരു സംഭവമുണ്ട്. അത് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് കേട്ടോ. INS-1 എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ടോപ്പോഗ്രഫി ഒക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണെന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള INS-1C. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് ഇത് തെറ്റാണ്. ഇതിനകത്ത് പറയുമ്പം 2, 1, 3 ശരിയാണ് കേട്ടോ. ഓൺലി 1 and 3 ആർ കറക്റ്റ്. നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി DRDOയുടെ റിലേറ്റഡ് സംഭവമാണ്. DRDO ഫോം ചെയ്തത് 1959 1958 1958 ആണ് DRDO ഫോം ചെയ്തിരിക്കുന്ന വർഷം.
നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇൻസാസ് വെപ്പൺ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ശരിയാണത്. DRDO ഈസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, തെറ്റാണ്. DRDO എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മിനിസ്റ്റർ ഉണ്ടല്ലാണ്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ DRDO. കാരണം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. DRDO തന്നെ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്, അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആട്ടോ, അണ്ടർ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് DRDO ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ അല്ല, ഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. DRDO കുറേ ലാബ് ബാംഗ്ലൂരിലുണ്ട്, പക്ഷേ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. അപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേക്കിന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് രണ്ട് മാത്രമാണ് കറക്റ്റ്, only 2. ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോളൂ, ഈ പറഞ്ഞിട്ടുള്ള വിഡാൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എനിക്കൊന്ന് ഈ ക്വസ്റ്റൻ നേരെ ചോദിച്ചിട്ടാണ് കേട്ടോ. വിഡാൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണെന്ന്. വിഡാൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിഡാൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറലി യൂസ് ചെയ്യുന്നത് നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ നാറ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇതിന് എനിക്ക് അതിൻ്റെ ഫുൾ ഫോം ഓർമ്മയില്ല. നാറ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. നാറ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് എയ്ഡ്സ് ടെസ്റ്റ് ചെയ്യാൻ. നമുക്കറിയാം ആൻറ്റിജൻ ടെസ്റ്റും ഉണ്ട്, ആൻറ്റിബോഡി ടെസ്റ്റും ഉണ്ട്. നാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് എന്നാണ് തോന്നുന്നത് കേട്ടോ, അങ്ങനെയാണ് തോന്നുന്നത്. നോക്കണേ, നാറ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ആണ് തോന്നുന്നത്. അതാണ് ഈ പറഞ്ഞ എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യുന്ന സംഭവം. ഇനിയുള്ള ക്യാൻസറിൻ്റെ കേസ് നമ്മൾ ബയോപ്സിയാണ് ചെയ്ത് നോക്കുന്നത് ക്യാൻസറിൻ്റെ കേസിൽ. പിന്നെ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷേ ബയോപ്സിയാണ് സത്യം പറഞ്ഞാൽ ക്യാൻസർ ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ. ഈ പറഞ്ഞ അസ്കാരിയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ വേം ഉണ്ടല്ലോ, വേറെ പോലുള്ള സംഭവം, അത് വയറ്റിൽ പോയിട്ട് നമുക്ക് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വരുന്നൊരു അസുഖമാണ് ഈ പറഞ്ഞ അസ്കാരിയാസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ടെസ്റ്റ് സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യും, സ്റ്റൂളാണ് ടെസ്റ്റ് ചെയ്യുന്നത് അസ്കാരിയാസിൻ്റെ കേസിൽ. ക്ലിയർ അല്ലേ? ഇനി നോക്കി, ഹഗ് ദ ട്രീസ് എന്നുള്ള സ്ലോഗൻ വന്നത് ഏത് മൂവ്മെൻറ്റിൻ്റെ കേസിൽ? എല്ലാവർക്കും അറിയാം, ചിപ്കോ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന വേറൊരു പേര് തന്നെ ഹഗ് ദ ട്രീസ് എന്നാണ് കേട്ടോ. ചിപ്കോ മൂവ്മെൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഹഗ് ദ ട്രീസ് എന്നുള്ള സംഭവം വന്നിരിക്കുന്ന സംഭവമേ. ക്വസ്റ്റൻ നോക്കി, വിച്ച് സിറ്റി ഹോസ്റ്റഡ് 108 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്? ഈ പറഞ്ഞ 108 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 2023 കഴിഞ്ഞ വർഷം നടന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള 108 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്ന നാഗ്പൂരിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ജനറൽ നോളജിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കി പറയാം മലയാളം, ഇംഗ്ലീഷും മാത്സും ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കാൻ, എന്നാലേ പഠിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് കേട്ടോ. താങ്ക് യു സോ മച്ച്.